എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെൽഡഡ് ജോയിന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓൾറെഡി നമുക്കറിയാം എന്താണ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെ? എന്താണ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ? വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണ്, അല്ലെ? അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് നമ്മൾ രണ്ട് മെറ്റൽസ് അല്ലെങ്കിൽ രണ്ട് എന്താണ് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽ പീസുകൾ നമുക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പോൾ ജോയിൻ ചെയ്ത് സിംഗിൾ പീസ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തില് ഒരു ജോയിനിങ് മെത്തേഡാണ് ബേസിക്കലി എന്ത് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് ഇതൊരു പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണ്, അല്ലെ? അപ്പൊ അത്തരത്തിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെൽഡഡ് ജോയിന്റ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, അല്ലെ? പലതരത്തിലുള്ള വെൽഡഡ് ജോയിന്റ്സുകൾ ഉണ്ട്. ദെൻ അതിന്റെ ആ ഒരു എത്രത്തോളം ലോഡ് എത്രത്തോളം എടുക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന വെൽഡഡ് ജോയിന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾക്ക് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് എന്താണ്? നമുക്കൊരു വെൽഡഡ് ജോയിന്റ് ആണ്, അല്ലെ? അപ്പോൾ പേരന്റ് മെറ്റൽ ഉണ്ടാവും. ഈ കാണുന്നതാണ് ഒന്നാമത്തെ മെറ്റൽ, പേരന്റ് മെറ്റൽ. ഇത് രണ്ടാമത്തെ മെറ്റൽ എന്ന് പറയുന്നത്. ഈ രണ്ട് മെറ്റലുകൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഒരു ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബട്ട് ജോയിന്റ് എന്നാണ് കേട്ടോ. ഈ ചിത്രത്തിൽ കാണുന്ന ജോയിന്റിനെ വിളിക്കുന്ന പേര് ബട്ട് ജോയിന്റ് എന്നാണ്. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു ജോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ബട്ട് ജോയിന്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ പേരന്റ് മെറ്റൽ ആണ്, ഓൾറെഡി കണ്ടു. ഇത് നമ്മുടെ പേരന്റ് മെറ്റൽ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം എന്താണ് ആ ഒരു വെൽഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ വെൽഡഡ് മെറ്റൽ, ഈ പറഞ്ഞ വെൽഡ് മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ വെൽഡ് മെറ്റൽ എന്ന് പറയുന്നത്, വെൽഡ് മെറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അത്തരത്തില് ഇതെന്താണ്? ഒരു പെർമനന്റ് ജോയിന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുക, അല്ലെ? അപ്പോൾ നമുക്ക് പറയാം പെർമനന്റ് ജോയിന്റ് ആണ് ഒബ്റ്റൈൻഡ് ബൈ ഫ്യൂഷൻ ഓഫ് ദ എഡ്ജസ് ഓഫ് ടു ഓർ മോർ മെറ്റൽ പാർട്ട് ടു ബി ജോയിന്റ് ടുഗദർ. ഏതാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ട മെറ്റലുകൾ, അതായത് പേരന്റ് മെറ്റലുകൾ. അപ്പൊ അത്തരത്തിലെ പേരന്റ് മെറ്റലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്യൂസ് ചെയ്തിട്ട്, അല്ലെ? അതായത് നമുക്കറിയാം ഫ്യൂഷൻ ആണല്ലോ, ഹീറ്റ് ചെയ്തുകൊണ്ട് ഫ്യൂഷൻ ചെയ്യുന്നുണ്ടാവും, അല്ലെ? ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? അത് ജോയിൻ ചെയ്യുന്നുണ്ടാവുക. വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ എങ്ങനെയാണെന്ന് നമുക്കറിയാം, അല്ലെ? സിമിലറും ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽ പീസുകൾ നമ്മൾ ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? അത് പ്രഷർ കൊടുത്താവാം, അല്ലെങ്കിൽ പ്രഷർ കൊടുക്കാണ്ടാവാം, ഹീറ്റ് കൊടുത്താവാം, ഹീറ്റ് കൊടുക്കാണ്ടാവാം. അപ്പോൾ വിത്തൗട്ട് ഹീറ്റ് അല്ലെങ്കിൽ വിത്തൗട്ട് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ അലോൺ നമുക്ക് കൊടുക്കാം. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് വെൽഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജോയിന്റ് വിളിക്കുന്ന പേരാണ് വെൽഡഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുന്നത് ഇതൊരു പെർമനന്റ് ജോയിന്റ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു ഐഡിയ തുടക്കത്തിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഒരു പെർമനന്റ് ജോയിന്റ് ആണ് ബേസിക്കലി എന്ത് വെൽഡഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ അഡ്വാൻറ്റേജിലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ്? ദാറ്റ് ഈസ് ഒരു പെർമനന്റ് ജോയിന്റ് ആണെന്നുള്ളത് നമ്മൾ കണ്ടു. രണ്ട്, അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 100% ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബേസ് മെറ്റൽ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതേ ഒരു എന്താണ് സ്ട്രെങ്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും വെൽഡിങ്ങിൽ, അല്ലെ? അപ്പൊ ഇത്തരത്തില് ഇതിപ്പം എന്താണ് ബേസ് മെറ്റൽ ആണ്. അത്തരത്തില് രണ്ട് ബേസ് മെറ്റലുകൾ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ? വെൽഡ് ചെയ്തെന്നിരിക്കട്ടെ. രണ്ട് ബേസ് മെറ്റലുകൾ ചേർത്ത് നമ്മൾ വെൽഡ് ചെയ്തു, അല്ലെ? അത്തരത്തിൽ വെൽഡ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ ആ രണ്ടിന്റെയും ഏകദേശം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്, അല്ലെ? പറയുന്ന രീതിയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ഒരു ബേസ് മെറ്റലിന്റെ അതേ സ്ട്രെങ്ത് തന്നെ ആ ഒരു വെൽഡഡ് ജോയിന്റിന് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറയാം 100% എഫിഷ്യൻസി കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ജോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൽഡഡ് ജോയിന്റ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ലീക്ക് പ്രൂഫ് ആണ്. നമുക്ക് ലീക്കൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട്, അല്ലെ? വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ലീക്ക് പ്രൂഫ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ലീക്കേജ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അത്തരത്തിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജോയിന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോ ചാൻസ് ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ, നോ ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് എന്താണ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജോയിന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഹൈ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവും. കാര്യം അത്യാവശ്യം സ്ട്രെങ്ത് കൂടുതലാണ്, അല്ലെ? സ്ട്രോങ് ആണ്, 100% സ്ട്രോങ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. പോസിബിലിറ്റി ഓഫ് ഓൾട്ടർ ജോയിന്റ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ജോയിന്റിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ലൈറ്റർ അസംബ്ലി, അതുപോലെ തന്നെ വേരിയസ് ഷേപ്പ് ക്യാൻ ബി ജോയിന്റ്. പലതരത്തിലുള്ള ഷേപ്സ് ഒക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അസംബ്ലി വളരെ ലൈറ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അത് കുറച്ചുകൂടെ കോമ്പാക്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡിസിമിലർ ജോയിനിങ് ഈസ് ഓൾസോ പോസിബിൾ. ഈ പറയുന്നത് എന്താണ് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസുകൾ ജോയിൻ ചെയ്യാനും നമുക്കിവിടെ പോസിബിൾ ആണ്. പത്രത്തിലുള്ളതാണ് അതിന്റെയൊക്കെ അഡ്വാൻറ്റേജസിലേക്ക് വരുന്ന സമയത്ത്. ഡിസഡ്വാൻറ്റേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് ഹീറ്റ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ചസ് ഉണ്ടാകും, അല്ലെ? ഹീറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ അവിടെ എന്തുണ്ടാവും? HAZ, അല്ലെ? ഹീറ്റ് അഫക്റ്റഡ് സോൺസ് ഉണ്ടാവും. അപ്പൊ പ്രസൻസ് ഓഫ് ഹീറ്റ് അഫക്റ്റഡ് സോൺസ്, അപ്പൊ അവിടെ എന്തുണ്ടാവും? ഹീറ്റ് അഫക്റ്റഡ് സോൺസുകൾ ഉണ്ടാവും, HAZ എന്ന് പറയും. അതിൽ അപ്പൊ ഹീറ്റ് കൊടുക്കുന്നതിന് പരമായിട്ട് അവിടെ എന്തുണ്ടാവും? സ്ട്രെസ്സസ് ഓഫ് എന്താണ് റെസിഡ്യൂവൽ സ്ട്രെസ്സസ് ജനറേറ്റ് ചെയ്യാറുണ്ട്, അല്ലെ? വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന അവിടെ സ്ട്രെസ്സസ്, ഇന്റേണൽ സ്ട്രെസ്സസ് ഉണ്ടാവും, റെസിഡ്യൂവൽ സ്ട്രെസ്സസ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്കത് ഹീറ്റ് ട്രീറ്റ്മെന്റിലൂടെ ഒക്കെ നമുക്ക് അത് മാറ്റേണ്ടതായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ മെറ്റൽസിൽ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻസ്, എല്ലാം ഇതെല്ലാം നടക്കുന്നത് ബേസിക്കലി ആ ഒരു ഹീറ്റ് കാരണമാണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻസ്, പുവർ പെർഫോമൻസ് അണ്ടർ വൈബ്രേഷൻ, പലപ്പോഴും
വൈബ്രേഷൻസിലൊക്കെ എന്താണ് കമ്പാരിറ്റീവ്ലി പുവർ പെർഫോമൻസ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ടാവും. ഇൻസ്പെക്ഷൻ ഈസ് ഡിഫിക്കൽട്ട്. അപ്പം അവിടെ ഇൻസ്പെക്ഷൻ ചെയ്യാനും പറഞ്ഞ വെൽഡഡ് ജോയിന്റ്സുകളൊക്കെ നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നമുക്കറിയാം നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ സാധാരണ വെൽഡഡ് ഇൻസ്പെക്ഷനകത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്പെക്ഷൻ സിസ്റ്റംസ് അവൈലബിൾ ആണ്. ഇപ്പം ഡിസ്ട്രക്റ്റീവ് ടൈപ്പും നോൺ ഡിസ്ട്രക്റ്റീവ് ടൈപ്പും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആണ്, അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലെ തന്നെ വൈബ്രേഷൻസിലൊക്കെ നമുക്ക് അത്യാവശ്യം പൂർ പെർഫോമൻസ് തരുന്നുണ്ടാവും. ഡിസ്റ്റോഷൻ ഒക്കെ ഉണ്ടാവും, മെറ്റീരിയൽസിൽ ഡിസ്റ്റോഷൻ ഉണ്ടാവാം, സ്ട്രെസ്സസ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും, പ്രസൻസ് ഓഫ് ഹീറ്റ് എഫക്റ്റഡ് സോൺ HAZ ഉണ്ടാവും അവിടെ. അപ്പം ഹീറ്റ് എഫക്റ്റഡ് സോൺസ് ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ചസ് ഉണ്ടാവും. ഇതൊക്കെയാണ് അവിടെ ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കാൻ 100% സ്ട്രെങ്ത് നമുക്ക് പോസിബിൾ ആവുന്ന വെൽഡ് ജോയിന്റ് ആണ്, പെർമനന്റ് ജോയിന്റ് ആണ്, ലീക്ക് പ്രൂഫ് ആണ് അല്ലെ. നമുക്ക് വാട്ടർ ടൈറ്റ് ടാങ്കുകൾക്കൊക്കെ നമുക്ക് വെൽഡ് ചെയ്യാറുണ്ട് അല്ലെ. അത്തരത്തിൽ ലീക്ക് പ്രൂഫ് ആണ്, ലീക്ക് പ്രൂഫ് ജോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ക്രോസ് സെക്ഷൻ ഏരിയ അല്ലെ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം എഫിഷ്യന്റ് ആയിട്ടുള്ള അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള നമുക്ക് ജോയിന്റ് ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് നോക്കേണ്ടത് വെൽഡഡ് ജോയിന്റ്സിനകത്ത് ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിന്റ്സ് ആണ്. അപ്പം ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിന്റ്സിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 ജോയിന്റുകളാണ്. മെയിൻ ആയിട്ട് ലാപ്പ് ജോയിന്റും ബട്ട് ജോയിന്റും ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ലാപ്പ് ജോയിന്റ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഫില്ലറ്റ് ജോയിന്റ്. എന്താണ് ലാപ്പ് ജോയിന്റ് അല്ലെങ്കിൽ ഫില്ലറ്റ് ജോയിന്റ് എന്ന് പറയാം. അപ്പം ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാപ്പ് ജോയിന്റ് എവിടെയാണ്? ഇതാണ് നമ്മുടെ ലാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. അതായത് രണ്ട് പ്ലേറ്റ് എന്താണ് ഒന്നിന് മുകളിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ എന്താവും ഇത്തരത്തിൽ വെൽഡ് കൊടുക്കുന്നുണ്ടാവും അല്ലെ. ഇത്തരത്തിൽ നമ്മൾ വെൽഡ് കൊടുക്കുന്നുണ്ടാവും. സോ ഇതിനെ നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്നാണ് പറയാം. എന്താ പറയാം? ഫില്ലറ്റ് വെൽഡ് അല്ലെ. സോ ഫില്ലറ്റ് വെൽഡ്. സോ ഇതാണ് നമ്മുടെ ഫില്ലറ്റ് വെൽഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലാപ്പ് വെൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാപ്പ് ജോയിന്റ് അല്ലെങ്കിൽ ഫില്ലറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നോക്കേണ്ടത് ബട്ട് ജോയിന്റ് ആണ്. ബട്ട് ജോയിന്റ്. സോ ബട്ട് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ രണ്ട് പ്ലേറ്റ് നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ കണ്ടത് തന്നെ, ഇത്തരത്തിൽ രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചു അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? വെൽഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇതിനെ നമ്മൾ എന്ത് പറയാ? നമ്മുടെ ആ ഒരു ബട്ട് വെൽഡ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയാ? ബട്ട് വെൽഡ് എന്ന് പറയുന്നത്. ബട്ട് വെൽഡ്. ഓക്കെ, അപ്പൊ ചിത്രത്തിൽ കാണുന്ന എവിടെയാണ്? ബട്ട് വെൽഡ് ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ചിത്രത്തിൽ ബട്ട് വെൽഡ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇത്തരത്തില് രണ്ട് പ്ലേറ്റുകൾ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? വെൽഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇതിനെ നമ്മൾ എന്ത് പറയാം? ബട്ട് വെൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ബട്ട് ജോയിന്റ് എന്ന് പറയാം അല്ലെ. ഇതിനെ നമുക്ക് എന്ത് പറയാം? ബട്ട് ജോയിന്റ് എന്ന് പറയാം. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബട്ട് ജോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കേണ്ടതാണ് ടി ജോയിന്റ്. ടി ജോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വേണ്ടി ചിത്രത്തിൽ കാണുന്ന പോലെ ടി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇംഗ്ലീഷ് ലെറ്റർ ടി ചരിച്ച് വെച്ചേക്കും, അല്ലെങ്കിൽ അമർത്തി വെച്ചേക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും. സോ രണ്ട് സൈഡും ഫില്ലറ്റ് വെൽഡ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇതിനെയാണ് ടി ജോയിന്റ് എന്ന് പറയുന്നത്. എഡ്ജ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളിവിടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? എഡ്ജ് ജോയിന്റ്. അപ്പം ഇത് 1 by 1 നമ്മൾ കാണുന്നുണ്ടാവും അതിന്റെ പ്രത്യേകതകൾ. ടൈപ്സ് ഓഫ് എഡ്ജ് ജോയിന്റ്, ടൈപ്സ് ഓഫ് കോർണർ ജോയിന്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടാവും. ദെൻ ലാസ്റ്റ് വൺ ഈസ് കോർണർ ജോയിന്റ് അല്ലെ. തരത്തിൽ എൽ ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു എൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് കോർണർ ജോയിന്റ് എന്ന് പറയാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വെൽഡഡ് ജോയിന്റിനെ പലതരത്തിലുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ലാപ്പ് ജോയിന്റ്, സംശയമില്ല, ലാപ്പ് ജോയിന്റ്, ബട്ട് ജോയിന്റ്, ടി ജോയിന്റ്, എഡ്ജ് ജോയിന്റ്, കോർണർ ജോയിന്റ്. ഓക്കെ, ഇത് ഇത്രയും പേരുകളും എങ്ങനെയാണ് അതിന്റെ ജോയിന്റിന്റെ ആ ഒരു ചിത്രവും നമ്മളെ മനസ്സിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 നോക്കാം. ഇനി ഫസ്റ്റ് നമ്മൾ കാണുന്നത് ലാപ്പ് ജോയിന്റ് ആണ്. അപ്പൊ ലാപ്പ് ജോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഒരു പ്ലേറ്റിന് മുകളിൽ മറ്റൊരു പ്ലേറ്റ് ഓവർലാപ്പ് ചെയ്ത് വെക്കും അല്ലെ. ഒരു പ്ലേറ്റിന് മുകളിൽ ഒരു പ്ലേറ്റ് ഇത് കൺസിഡർ ചെയ്തു, അതിന് മുകളിൽ മറ്റൊരു പ്ലേറ്റ് ഞാൻ ഓവർലാപ്പ് ചെയ്ത് വെച്ചു. ഓവർലാപ്പ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ വെൽഡ് കൊടുക്കണം, ഫില്ലറ്റ് വെൽഡ് കൊടുക്കുകയാണ്. സോ ഇവിടെ നമ്മൾ ഫില്ലറ്റ് വെൽഡ് കൊടുക്കുകയാണ്. അപ്പൊ ഇതിനെ നമ്മൾ ലാപ്പ് ജോയിന്റ് അല്ലെങ്കിൽ ഫില്ലറ്റ് ജോയിന്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ലാപ്പ് അല്ലെങ്കിൽ ഫില്ലറ്റ് ജോയിന്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ലാപ്പ് വെൽഡിംഗ് അല്ലെങ്കിൽ ഫില്ലറ്റ് വെൽഡിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത്തരത്തില് ഒബ്റ്റൈൻഡ് ബൈ ഓവർലാപ്പിംഗ് ദ പ്ലേറ്റ്സ് ആൻഡ് ദെൻ വെൽഡിംഗ് ദ എഡ്ജസ് ഓഫ് ദ പ്ലേറ്റ്. പറഞ്ഞ ഇതിൽ ഒന്നാമത്തെ പ്ലേറ്റ് ഇതാണ്, രണ്ടാമത്തെ പ്ലേറ്റ് ഇതാണ്. ഓക്കെ, ഈ രണ്ട് പ്ലേറ്റുകളും ഓവർലാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? എഡ്ജസ് അല്ലെ. ഈ എഡ്ജസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? എഡ്ജസ് നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ടാവും. എഡ്ജസ് നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത്. ലാപ്പ് ജോയിന്റ് ഈസ് ഫോംഡ് വെൻ ദ ടു പാർട്സ് ആർ പ്ലേസ്ഡ് വൺ ഓവർ ദ അനദർ ദെൻ വെൽഡ്. ഇപ്പൊ അതായത് ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചതിന് ശേഷം വെൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ലാപ്പ് ജോയിന്റ്. ഇറ്റ് മേ വൺ സൈഡ് ഓർ ഡബിൾ സൈഡ്. ഒന്നെങ്കിൽ ഒരു സൈഡ് കൊണ്ട് നമുക്ക് ഇപ്പൊ സിംഗിൾ സൈഡ് നമുക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞതിൽ ഒരു സൈഡ് മാത്രം വെൽഡ് ചെയ്യാം, ഒരു സൈഡ് മാത്രം വെൽഡ് ചെയ്യാം. അപ്പൊ അതിനെ നമ്മൾ സിംഗിൾ സൈഡ് എന്ന് പറയുന്നു. രണ്ട് സൈഡ് നമുക്ക് വെൽഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ this type of welding joint is mostly used to join two pieces with a different thickness. അപ്പൊ ഡിഫറെന്റ് തിക്നെസ് ഒക്കെ ഉള്ള നമുക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ഫില്ലറ്റ് വെൽഡ് അല്ലെങ്കിൽ ലാപ്പ് വെൽഡ് കാണാൻ പറ്റും. ഇത് ഒന്നാമത് നോർമൽ ടൈപ്പ് ഫില്ലറ്റ് വെൽഡ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഫില്ലറ്റ് ചെയ്ത് വെൽഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇതാണ് നമ്മുടെ നോർമൽ ടൈപ്പ്. നെക്സ്റ്റ് ആണ് ബെവൽ ഗ്രൂഡ്. അപ്പൊ അത്തരത്തിൽ ഒരെണ്ണത്തിന് അതിൽ ബെവൽ ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? വെൽഡ് ചെയ്യുന്നുണ്ടാവും. സോ അതിനാണ് ബെവൽ ഗ്രൂഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ജെ ഗ്രൂവ്ഡ്. അപ്പൊ ഇതൊരു ജെ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അതിനെ ജെ ഗ്രൂവ്ഡ് എന്ന് പറയുന്നുണ്ടാവും. ദെൻ പ്ലഗ് അല്ലെങ്കിൽ
പ്ലഗ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ എന്താണ് ഒന്നിന് മുകളിൽ ഒന്നിന് വെച്ചിട്ട് എന്താണ് ഒന്നിന് മുകളിൽ ഒന്ന് പ്ലേറ്റ് വെച്ചതിന് ശേഷം സെന്ററിൽ ഒരു ഹോളോ അല്ലെങ്കിൽ സ്ലോട്ടോ ഇടുന്നുണ്ടാവും. അതിനുള്ളിലേക്ക് നമ്മൾ മോട്ടർ മെറ്റൽ നിറച്ച് എന്താണ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലഗ് വെൽഡിംഗ് എന്ന് പറയുന്നുണ്ടാവും. ദെൻ സ്ലോട്ട് ആണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലോട്ട് വെൽഡിംഗ് എന്ന് പറയുന്നുണ്ടാവും. ദെൻ സ്പോട്ട് വെൽഡിംഗ്, അതായത് നമുക്ക് ഇത്തരത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ സ്പോട്ട് പോയിന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വെൽഡ് ചെയ്യുന്നുണ്ടാവും. സോ അതാണ് സ്പോട്ട് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വെൽഡിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ഈ പറയുന്ന ജോയിന്റുകൾ നമുക്ക് പോസിബിൾ ആണെന്നുള്ളത് ഓർത്തിട്ടുണ്ടാവും. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ലാബ് ജോയിന്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് രണ്ട് ടൈപ്പ് ആണ്. ഒന്ന് സിംഗിൾ ട്രാൻസ്ഫേഴ്സും ഉണ്ട്, ഡബിൾ ട്രാൻസ്ഫേഴ്സും ഉണ്ട്, പാരലൽ ഫില്ലറ്റും ഉണ്ട്. അപ്പൊ ഇതെന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. സോ ഒബ്റ്റൈൻഡ് ബൈ ഓവർലാപ്പിംഗ് ദ പ്ലേറ്റ് ആൻഡ് ദെൻ വെൽഡിംഗ് ദ എഡ്ജസ് ഓഫ് ദ പ്ലേറ്റ്. നമുക്കറിയാലോ, ഒന്നിന് മുകളിൽ ഒന്നിന് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, വെൽഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ സിംഗിൾ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇതാണ് നമ്മുടെ ലോഡ് അല്ലെ, ടെൻസൈൽ ലോഡ്. ഫോർ എക്സാമ്പിൾ പി ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും, പി ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താണ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു വെൽഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ ഒരു സൈഡിൽ മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ട്രാൻസ്ഫേഴ്സ് വെൽഡിംഗ് എന്ന് പറയും. ഇതാണ് സിംഗിൾ ട്രാൻസ്ഫേഴ്സ് വെൽഡിംഗ്. ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് സിംഗിൾ ട്രാൻസ്ഫേഴ്സ് വെൽഡിംഗ്. അതല്ല, രണ്ട് സൈഡും, അതായത് ഈ ഒരു സൈഡും ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ ആ പ്ലേറ്റിന്റെ മറ്റൊരു സൈഡിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ ട്രാൻസ്ഫേഴ്സ് വെൽഡിംഗ് പറയുമ്പോൾ എന്താണ്, ഡബിൾ ട്രാൻസ്ഫേഴ്സ് വെൽഡ് എന്ന് പറയാം കേട്ടോ, ഡബിൾ ട്രാൻസ്ഫേഴ്സ് വെൽഡ്. ഇനി അതല്ല, മറ്റൊരു ടൈപ്പ് ഉണ്ട്, എന്താണ്, പാരലൽ ഫില്ലറ്റ്. പാരലൽ ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പി ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് പാരലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, വെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന് പാരലായിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇത് പറയാം, ദാറ്റ് ഈസ് പാരലൽ ഫില്ലറ്റ് വെൽഡിംഗ്. അപ്പം സിംഗിൾ ട്രാൻസ്ഫേഴ്സ് എന്താണ്, ഡബിൾ ട്രാൻസ്ഫേഴ്സ് എന്താണ്, പാരലൽ ഫില്ലറ്റ് എന്താണെന്നുള്ളതും കൂടി മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ക്ലിയർ എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടൈപ്പാണ് ബട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. ശരി, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടു എന്താണ്, ലാപ്പ് ജോയിന്റ് നമ്മൾ കണ്ടു അല്ലെ, ലാപ്പ് ജോയിന്റ് കണ്ടു. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ബട്ട്. ഓക്കെ, ബട്ട് വെൽഡിങ്ങിനകത്ത് ബട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. സോ ബട്ട് ജോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ടീ ഉണ്ടാവും. സോ ബട്ട് ജോയിന്റ് ആൻഡ് ടൈപ്സ് അല്ലെ. ബട്ട് ജോയിന്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, the joint which is formed by placing the end of two parts together is called butt joint. അതായത് end to end വെൽഡിങ്. അപ്പൊ ഇത്തരത്തിൽ ഒരു പീസ് എടുത്തു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു പീസ് ഇങ്ങനെ എന്താണ് ചെയ്തു, ബെവൽ ചെയ്തു, അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിൽ അടുത്ത പീസ് നമ്മൾ ചെയ്തു. അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്താണ് വെൽഡ് ചെയ്തെടുക്കണം അല്ലെ. അപ്പൊ ഇത്തരത്തിൽ എന്താണ്, ഇത്തരത്തിൽ ഇങ്ങനെ വെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്താ പറയാ, ബട്ട് വെൽഡിങ് നടത്താം. അപ്പൊ ഒന്നാമത്തെ പ്ലേറ്റ് ഇവിടെ, രണ്ടാമത്തെ പ്ലേറ്റ്. അപ്പൊ എൻഡ് ടു എൻഡ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരേ പ്ലെയിനിൽ രണ്ട് പ്ലേറ്റുകളും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, എൻഡ് ടു എൻഡ് വെൽഡിംഗ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ ദ ജോയിന്റ് വിച്ച് ഇസ് ഫോംഡ് ബൈ പ്ലേസിംഗ് ദ എൻഡ്സ് ഓഫ് ടു പാർട്സ് ടുഗദർ ഈസ് കോൾഡ് ബട്ട് ജോയിന്റ്. ഇൻ ബട്ട് ജോയിന്റ് the two parts are lie on the same plane or side by side. ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ജോയിന്റിൽ രണ്ട് പാർട്ടുകൾ എങ്ങനെയാണ്, സെയിം പ്ലെയിനിൽ അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡിലായിരിക്കും ഇത് കിടക്കുന്നുണ്ടാവുക. ഇറ്റ് ഈസ് എ മോസ്റ്റ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ജോയിന്റ് യൂസ്ഡ് ഓൺ ജോയിന്റ് മെറ്റൽ. പറഞ്ഞതിൽ ജോയിന്റ് മെറ്റൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബട്ട് ജോയിന്റ് ആണെന്നത് ഓർത്തിരിക്കാം. സോ ബട്ട് ജോയിന്റ് എന്താണെന്നുള്ളത് ബേസിക് കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ജോയിന്റുകൾ ഉണ്ട് അല്ലെ. സിംഗിൾ യു ബട്ട് ജോയിന്റ്, ഒറ്റ യു മാത്രമേ ഉള്ളൂ അല്ലെ. അതുപോലെ തന്നെ സിംഗിൾ വി അല്ലെ, വി ബട്ട് ജോയിന്റ്. ഓക്കെ, അപ്പം ഇത് സ്ട്രെയിറ്റ് ബട്ട് ജോയിന്റ് ആണ്. ഇത്തരത്തിലുള്ള സ്ട്രെയിറ്റ് ബട്ട് ജോയിന്റ് അവൈലബിൾ ആണ്. സിംഗിൾ വി അവൈലബിൾ ആണ്. ദെൻ ഡബിൾ യു, രണ്ട് യു ഉണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ യു, രണ്ട് വി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ വി. ഓക്കെ, ദെൻ സിംഗിൾ ജെ, ഒറ്റ ജെ മാത്രമേ ഉള്ളൂ, അതിനാണ് സിംഗിൾ ജെ. അല്ലെങ്കിൽ സിംഗിൾ ബെവൽഡ് അല്ലെ, സിംഗിൾ ബെവൽഡ്. ദെൻ ഡബിൾ ജെ ഉണ്ടല്ലോ, ഇത്തരത്തിൽ രണ്ട് ജെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഡബിൾ ജെ. ദെൻ ഡബിൾ ബെവൽ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ രണ്ട് ബെവൽ സർഫസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. പലതരത്തിലൊക്കെ ഉള്ള ബട്ട് വെൽഡിംഗ് ജോയിന്റുകൾ ഉണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. എന്റെ എഡ്ജ് പ്രിപ്പറേഷൻ ആണ് ഈ പറയുന്ന യു, ജെ, ബെവൽ, വി, സ്ട്രെയിറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഫൈൻ. സോ മെയിൻ ആയിട്ടുള്ള ടൈപ്പ് സ്ക്വയർ ബട്ട് വെൽഡിംഗ്. സ്ക്വയർ ബട്ട് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ എന്താണ്, വളരെ സ്ക്വയർ ആയിട്ട് അല്ലെ, എന്താണ് അവിടെ ഗ്രൂവ് ഒന്നും ഇല്ല, ഇത്തരത്തിൽ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബട്ട് വെൽഡിംഗ്. അപ്പൊ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്വയർ ബട്ട് വെൽഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിംഗിൾ വി. സിംഗിൾ വി എന്ന് പറയുമ്പോൾ എന്താ, ഒറ്റ വി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഒറ്റ വി മാത്രം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ വി എന്ന് പറയുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് സിംഗിൾ വി ബട്ട് ജോയിന്റ്. ദെൻ സിംഗിൾ യു അല്ലെ, നമ്മൾ നേരത്തെ കണ്ടു എന്താണ് ഇത്തരത്തിൽ ഒറ്റ യു മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ യു ബട്ട് വെൽഡ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഡബിൾ വി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ രണ്ട് വി ഉണ്ടായിരുന്നു അല്ലെ, ഇത്തരത്തിൽ രണ്ട് വി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വെൽഡ് ചെയ്യുന്നുണ്ടാവും. സോ അതിനെ നമ്മൾ എന്താ പറയാ, ഡബിൾ വി. ദെൻ ഡബിൾ യു, അതുപോലെ തന്നെ രണ്ട് യു ഉണ്ടാകുന്നെങ്കിൽ ഡബിൾ യു ബട്ട് ജോയിന്റ് എന്ന് പറയും. അപ്പോൾ ഒരു ബേസിക് ഐഡിയ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇതിന്റെ സിമ്പിൾ റെപ്രസെന്റേഷൻ കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അത് നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ബട്ട് ജോയിന്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ് നമുക്ക് ഇവിടെ പറയാം. ദാറ്റ് ഈസ്
എന്താണ് the plate edge do not require beveling if thickness of the plate is less than 5 mm. അതായത് ഈ ഒരു തിക്നെസ്, അതായത് നമ്മുടെ ആ ഒരു പ്ലേറ്റിന്റെ തിക്നെസ് എന്താണ് ടി എന്നിരിക്കട്ടെ, ഈ ടി എന്ന് പറയുന്നത് 5 mm താഴെയാണെന്നുണ്ടെങ്കിൽ 5 mm താഴെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണ്ട, നോ ബെവലിംഗ്. അവിടെ എന്ത് വേണ്ട, നോ ബെവലിംഗ്. അവിടെ ബെവലിംഗ് ചെയ്യണ്ട. എന്നാൽ 5-ന് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ബെവലിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ടാവും. അപ്പം ഓർത്തിരിക്കേണ്ട കാര്യം, ഇഫ് ദ thickness of the plate is less than 5 mm, in the case of butt joint there is no beveling is required. അവിടെ എന്ത് വേണ്ട, ബെവലിംഗ് വേണ്ട. If the plate thickness is 5 mm to 12.5 mm, അവിടെ പ്ലേറ്റിന്റെ തിക്നെസ് 5 mm മുതൽ 12.5 mm വരെയാണെന്നുണ്ടെങ്കിൽ the edge should be beveled to V or U groove. ഇത്തരത്തില് അത് കൃത്യമായിട്ട് നമ്മൾ ബെവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. V അല്ലെങ്കിൽ U groove ആയിട്ട് നമ്മൾ ബെവൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. So if the plate thickness is in between 5 mm to 12 mm, the edges should be beveled to V or U groove. Okay, ക്ലിയർ എന്ന് വിചാരിക്കുന്നു. ഞാൻ നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ബട്ട് ജോയിന്റ് ആണ്. ഇപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് സിംഗിൾ ഗ്രൂവ് ടൈപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ബട്ട് വെൽഡ് ഇവിടെ ഉണ്ട്. സിംഗിൾ ബെവൽഡ് ഉണ്ട്. ഓക്കെ, ഡബിൾ ബെവൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സിംഗിൾ വി ഓൾറെഡി നമ്മൾ കണ്ടു, സിംഗിൾ വി. ഡബിൾ വി ഓൾറെഡി നമ്മൾ കണ്ടു, ഡബിൾ വി. ഇങ്ങനെ സിംഗിൾ ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഒരു ജെ ഷേപ്പ് ഉണ്ടാവും. ഡബിൾ ജെ എന്ന് പറയുമ്പോൾ എന്താണ്, 2 ജെ ഉണ്ടാവും. സിംഗിൾ യു എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഒരു സിംഗിൾ യു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഡബിൾ യു ഗ്രൂവ് എന്ന് പറയുമ്പോൾ 2 യു ഷേപ്പിലുള്ള ഗ്രൂവ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ദെൻ മറ്റ് മനസ്സിലാവുന്നത് ഫ്ലെയർ ബെവൽ, ഫ്ലെയർ വി ആൻഡ് ഫ്ലാഞ്ചഡ് ബട്ട് അല്ലെ. ഇത്തരത്തിൽ ഫ്ലെയർ ബെവൽ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലെയർഡും അതുപോലെ തന്നെ ബെവൽഡ് ആയിട്ടുള്ള ഒരു ഷേപ്പും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ വി ഗ്രൂവ്, ഫ്ലെയർ വി ഗ്രൂവ് ആകുമ്പോൾ ഇത്തരത്തിൽ എന്താണ്, ഫ്ലെയർ ടൈപ്പ് വി ഗ്രൂവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ദെൻ ഫ്ലാഞ്ചഡ് ബട്ട് ജോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലാഞ്ചഡ് ബട്ട് ജോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിൽ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഫ്ലെയർ ടൈപ്പ് ഉണ്ട്, ഫ്ലെയർ ബട്ട് ജോയിന്റ് ഉണ്ട്, ഫ്ലെയർ വി ഗ്രൂവ് വെൽഡ് ഉണ്ട്. സോ ഫ്ലെയർ ബെവൽ ഗ്രൂവ് വെൽഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഫൈൻ. മറ്റൊരു ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതാണ് പ്ലഗ് ആൻഡ് സ്ലോട്ട് വെൽഡ് അല്ലെ. പ്ലഗ് വെൽഡിംഗ് അല്ലെങ്കിൽ സ്ലോട്ട് വെൽഡിംഗ് എന്താണ്? സോ സർക്കുലർ ഹോൾ ഓർ സ്ലോട്ട് ഹോൾ ഈസ് മെയ്ഡ് ഇൻ വൺ ഓഫ് ദ മെമ്പർ. അതായത് ഏതെങ്കിലും ഒരു മെമ്പറിൽ, ഫോർ എക്സാമ്പിൾ ഇതിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു പ്ലേറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർക്കുലർ ഹോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുശേഷം വെൽഡ് മെറ്റൽ ഈസ് ഫിൽഡ് ഇൻ ദ ഹോൾ. അതിനുശേഷം എന്താണ്, വെൽഡ് മെറ്റൽ, അത് ഫ്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു വെൽഡ് മെറ്റൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തണുക്കുമല്ലോ. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അവിടെ ഒരു ജോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അത് ഹോൾ ആണെന്നുണ്ടെങ്കിൽ സർക്കുലർ ഹോൾ ടൈപ്പ് അല്ലെങ്കിൽ പ്ലഗ് ടൈപ്പ്. ദെൻ സ്ലോട്ട് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള സ്ലോട്ട് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു സ്ലോട്ട് കട്ട് ചെയ്യുക അല്ലെ. ടോപ്പ് ഈ പറഞ്ഞ സൈഡിൽ മില്ലിംഗ് മെഷീനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്ലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഈ വെൽഡഡ് മെറ്റൽ ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെൽഡ് ചെയ്യുന്നു. സോ ഇതാണ് പ്ലഗ് അല്ലെങ്കിൽ സ്ലോട്ട് വെൽഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് ടൈപ്പ് ആണ് കോർണർ ജോയിന്റ്. എന്താണ് കോർണർ ജോയിന്റ്? ദ ജോയിന്റ് ഫോംഡ് ബൈ പ്ലേസിംഗ് ദ കോർണർ ഓഫ് 2 പാർട്സ് അറ്റ് റൈറ്റ് ആംഗിൾ അല്ലെ. ഈ പറഞ്ഞതിൽ 2 പാർട്ട് റൈറ്റ് ആംഗിൾ ആയിട്ട് വെക്കുന്നു. ഇത്തരത്തിൽ ഒന്നാമത്തെ പ്ലേറ്റ് ഇവിടെ, അതുപോലെ രണ്ടാമത്തെ പ്ലേറ്റ് ഇവിടെ വെച്ചു. അപ്പൊ അതിന് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ എന്താണ്, വെൽഡ് ചെയ്യാണ്. സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം, കോർണർ ജോയിന്റ് എന്ന് പറയുന്നത്. സോ ദ ജോയിന്റ് ഫോംഡ് ബൈ പ്ലേസിംഗ് ദ കോർണർ ഓഫ് 2 പാർട്സ് അറ്റ് റൈറ്റ് ആംഗിൾ അല്ലെ. അപ്പൊ അതിന്റെ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. അപ്പൊ റൈറ്റ് ആംഗിൾ ആയിട്ട് നമ്മൾ 2 കോർണറുകൾ വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, കോർണർ ജോയിന്റ് എന്ന് പറയാം. The 2 parts which is going to be welded with the corner joint form a shape of L. അപ്പൊ ഈ പറഞ്ഞത് 2 പാർട്ടുകളും നമ്മൾ വെൽഡ് ചെയ്യാൻ പോകുന്ന ജോയിന്റ് അങ്ങനെ ഏകദേശം ഒരു ലെറ്റർ, നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ L പോലെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സോ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഷേപ്പ് L ആയിരിക്കും എന്നുള്ളതും ഓർത്തിരിക്കാം. ടൈപ്സ് ഓഫ് കോർണർ ജോയിന്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം സ്പോട്ട്, ഈ പറഞ്ഞ സ്പോട്ട് വെൽഡിംഗ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്പോട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഫില്ലറ്റ് വെൽഡ്, ഇവിടെ നമുക്ക് എന്താണ്, ഫില്ലറ്റ് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. സോ ജെ ഗ്രൂവ് വെൽഡിംഗ്, ഇത്തരത്തിലുള്ള ജെ ഗ്രൂവ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വെൽഡ് ചെയ്യുന്നുണ്ടാവും. സോ ജെ ഗ്രൂവ് വെൽഡിംഗ് ഉണ്ടാവും. ദെൻ എഡ്ജ് വെൽഡിംഗ് അല്ലെ, ഇത്തരത്തിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, എഡ്ജ് വെൽഡിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ. ദെൻ അതുപോലെ തന്നെ നമുക്ക് പറയാം വി ഗ്രൂവ് വെൽഡിംഗ് അല്ലെ. നമുക്ക് വി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഗ്രൂവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, വി ഗ്രൂവ് വെൽഡിംഗ്. ദെൻ കോർണർ ഫ്ലാഞ്ച് വെൽഡിംഗ്, പറഞ്ഞ കോർണർ ഫ്ലാഞ്ച് വെൽഡിംഗ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും അല്ലെ. അത്തരത്തില് ഇത്തരത്തിലൊക്കെ ഉള്ള വെൽഡിംഗ് നമുക്ക് ഇവിടെ പോസിബിൾ ആണ്, കോർണർ ജോയിന്റിൽ പോസിബിൾ ആണെന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് വേണം. നെക്സ്റ്റ് ടൈപ്പ് ആണ് എഡ്ജ് വെൽഡിംഗ്. എഡ്ജ് അല്ലെങ്കിൽ എഡ്ജ് ജോയിന്റ് എന്ന് പറയും, എഡ്ജ് ജോയിന്റ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 2 പ്ലേറ്റുകൾ വെച്ചതിന് ശേഷം ആ എഡ്ജിൽ എന്ത് ചെയ്യാൻ, അത്തരത്തിൽ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, വെൽഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഇതിന്റെ ഒരു സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. അതായത് പ്രോപ്പറായിട്ട് നമുക്ക് എന്താണ്, ഒരു പിടുത്തം നമുക്ക് കിട്ടുന്നുണ്ടാവില്ല, സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ദ ജോയിന്റ് ഫോംഡ് ബൈ വെൽഡിംഗ് ദ
എഡ്ജസ് ഓഫ് ടു പാർട്സ് ടുഗദർ ആർ കാൾഡ് എഡ്ജ് ജോയിന്റ്. ഈ പറയുന്ന രീതിയിൽ രണ്ട് എഡ്ജസും ചേർത്ത് വെച്ചുകൊണ്ട് അല്ലെ ടു പാർട്സ് ടുഗദർ ഇസ് കാൾഡ് എഡ്ജ് ജോയിന്റ് എന്ന് പറയുന്നത്. ദിസ് ജോയിന്റ് ഈസ് യൂസ്ഡ് വെയർ ദ എഡ്ജസ് ഓഫ് ടു ഷീറ്റ് ആർ അഡ്ജസെന്റ് ആൻഡ് ആർ അപ്രോക്സിമേറ്റ്ലി പാരലൽ പ്ലെയിൻസ് അറ്റ് ദ പോയിന്റ് ഓഫ് വെൽഡിങ്. അതായത് ഇപ്പൊ അഡ്ജസെന്റ് ചേർത്ത് വെച്ചുകൊണ്ട് അഡ്ജസെന്റ് ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക വെൽഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ, വീട് വെൽഡിംഗ് ടൈപ്പ്. ഓക്കെ. So in this joint, the weld does not penetrate completely the thickness of the joint. അപ്പൊ ആ thickness of jointലേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും പെനട്രേറ്റ് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം cannot be used in stresses and pressure application. അത്തരത്തിൽ സ്ട്രെസ്സസ് വളരെയധികം സ്ട്രെസ്സസ് വരുന്നത് അല്ലെങ്കിൽ വളരെയധികം പ്രഷർ വരുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യാറില്ല, എഡ്ജ് ജോയിന്റ് യൂസ് ചെയ്യാറില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് എഡ്ജ് ജോയിന്റിലേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെയായിരിക്കും? ദാറ്റ് ഈസ് സ്ക്വയർ ഗ്രൂവ് വെൽഡ് അല്ലെ, ഇത്തരത്തിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്ക്വയർ ഗ്രൂവ് വെൽഡിംഗ് ഉണ്ടാവും. ഇവിടെ നമ്മൾ എഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ അതുപോലെ എന്താണ് എഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സോ ഇവിടെ നമുക്ക് എന്താണ് ആ ഒരു എഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. വി ഗ്രൂവ് വെൽഡിങ്, ബെവൽ ഗ്രൂവ് വെൽഡിങ്, സിംഗിൾ ജെ ടൈപ്പ്. സോ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ. ദെൻ യു ഷേപ്പ് അല്ലെ, ഇത്തരത്തിലുള്ള യു ഷേപ്പ്. സോ യു ഗ്രൂവ് വെൽഡിംഗ് ഒക്കെ അത് എഡ്ജ് പോർഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത്തരത്തിലുള്ള വെൽഡിംഗ് നമുക്ക് പോസിബിൾ ആണ്. സോ ഇതാണ് ടൈപ്സ് ഓഫ് എഡ്ജ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ടൈപ്സ് ഓഫ് ജോയിന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഓൾറെഡി നമ്മൾ ഇപ്പം ലാബ് ജോയിന്റ് കണ്ടു, അതുപോലെ തന്നെ എന്താണ് ബഡ് ജോയിന്റ് കണ്ടു, എഡ്ജ് ജോയിന്റ് കണ്ടു, കോർണർ ജോയിന്റ് കണ്ടു. ഇനി അടുത്ത് നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ജോയിന്റ് ആണ് ടി ജോയിന്റ് എന്നുള്ളത്. ടി ജോയിന്റ്. അപ്പോൾ ടി ജോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിനകത്ത് പോലെ അല്ലേ, നമുക്കറിയാം നമുക്കൊരു ടി പോലെ കാണുന്നുണ്ടാവും. അപ്പൊ ഏകദേശം സെൻട്രൽ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ദ ജോയിന്റ് വിച്ച് ഈസ് മെയ്ഡ് ബൈ ഇന്റർസെക്ടിങ് ടു പാർട്സ് അറ്റ് റൈറ്റ് ആംഗിൾ അല്ലെ, ഈ പറഞ്ഞ രണ്ട് പാർട്ടിലും റൈറ്റ് ആംഗിൾ ആയിട്ട് വെച്ചുകൊണ്ട് 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വൺ പാർട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ടാവും. വൺ പാർട്ട് ലൈസ് അറ്റ് ദ സെന്റർ ഓഫ് അതർ ഇസ് കോൾഡ് ടി ജോയിന്റ്. പത്രത്തിൽ ഒരെണ്ണം എന്തിന്റെയാണ് മറ്റേ സെന്ററിൽ ഇങ്ങനെ കിടക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ സെന്ററിൽ ഇങ്ങനെ കിടക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടി ജോയിന്റ് നമുക്ക് പറയാം. സോ ഇവിടെ നമ്മൾ ഫില്ലറ്റ് വെച്ചിട്ട് വെൽഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. പത്രത്തിൽ ടു പാർട്ട് വെൽഡ് ലൈക്ക് വെൽഡ് ലുക്ക് ലൈക്ക് ഇംഗ്ലീഷ് ലെറ്റർ ടി. അപ്പൊ ഒരു ഇംഗ്ലീഷ് ലെറ്റർ ടി പോലെ നമുക്ക് കാണപ്പെടുന്നുണ്ടാവും. സോ അതുകൊണ്ടാണ് നമ്മളെ ടി ജോയിന്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടാവും, ടി ജോയിന്റ് എന്നുള്ളത് പറയുന്നത് കേട്ടോ. ടൈപ്സ് ഓഫ് ടി ജോയിന്റിലേക്ക് വരുന്ന സമയത്ത് സ്ക്വയർ ഗ്രൂവ് വെൽഡിംഗ്, ഇത്തരത്തിലെ സ്ക്വയർ ഗ്രൂവ് വെൽഡിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബെവൽഡ് ആയിട്ടുള്ള വെൽഡിംഗ്, ബെവൽഡ് ആയിട്ടുള്ള ഗ്രൂവ് വെൽഡിംഗ് അവൈലബിൾ ആണ് ടിയിൽ. ഡബിൾ ഗ്രൂവ് വെൽഡിംഗ് അവൈലബിൾ ആണ്, ജെ ഗ്രൂവ് വെൽഡിംഗ് അവൈലബിൾ ആണ്, ഫ്ലയർ ബെവൽ ഗ്രൂവ് വെൽഡിംഗ് അവൈലബിൾ ആണ് കേട്ടോ. ഇത്തരത്തിലൊക്കെ നമുക്ക് ആ ഒരു ടി മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമുക്കൊരു ഇംഗ്ലീഷ് ലെറ്റർ ടിയുടെ ഷേപ്പിലേക്ക് നമുക്ക് വരുന്നുണ്ടാവും. സോ ഇത്തരത്തിലുള്ള വെൽഡിംഗ് ആണ് നമ്മൾ പൊതുവെ നമുക്ക് പറയാം ടി ജോയിന്റ് അല്ലെങ്കിൽ ടി വെൽഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരുന്നാൽ മതി. ഇത്രയാണ് ബേസിക്കലി നമുക്കൊരു ടൈപ്സ് ഓഫ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ് ബേസിക്കലി, അതൊരു പെർമനന്റ് ജോയിന്റ് ആണ് ഓൾറെഡി പഠിച്ചു വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 100% എഫിഷ്യൻസി കിട്ടുന്ന ഒരു ജോയിന്റ് ആണ് വെൽഡിംഗ്. അല്ലെങ്കിൽ പൊതുവെ നമുക്ക് ബഡ് ജോയിന്റ് ഒക്കെ നമ്മൾ പൊതുവെ 100% എഫിഷ്യൻസി നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തില് എന്താണ് that is strength of basically efficiency പറയുന്ന strength of welded joint divided by strength of base metal ആണ് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി എൻ്റെ ഒരു എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് എന്താണ് ആ ഒരു എഫിഷ്യൻസി നമുക്ക് ഹയർ എഫിഷ്യൻസി കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. അതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ മെറ്റലർജിക്കൽ ആയിട്ടുള്ള ചെറിയ വീക്ക്നെസ്സസ് വരുന്നുണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ അത് നമുക്ക് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഹിറ്റ് ട്രീറ്റ് ഒക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് റെസിഡ്യൂൽ സ്ട്രെസ്സസ് ഒക്കെ നമ്മൾ റിലീവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പേരന്റ് മെറ്റലിന്റെ അതേ സ്ട്രെങ്ത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് സൈഡ്. ഓക്കെ ഫൈൻ. അതിനുശേഷം നമ്മൾ പഠിച്ച മെയിൻ ആയിട്ട് എന്താണ് അതിന്റെ ലാബ് ജോയിന്റ്സ്, ടൈപ്സ് ഓഫ് ജോയിന്റ്, ലാബ് ജോയിന്റ്, ബട്ട് ജോയിന്റ്. ഓക്കെ. അതിനുശേഷം നമ്മൾ കോർണർ പഠിച്ചു, എഡ്ജ് പഠിച്ചു. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ലാബ്, ബട്ട്, കോർണർ, ദെൻ ടി ജോയിന്റ് പഠിച്ചു. ഓക്കെ. ഇത്തരത്തിലൊക്കെയുള്ള മെയിൻ ആയിട്ടുള്ള ജോയിന്റ്. അപ്പൊ ലാബ് ജോയിന്റും ബട്ട് ജോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിന് മുകളിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ലാബ് ജോയിന്റ് എന്ന് പറയുന്നു. ഒരേ പ്ലെയിനിൽ രണ്ട് പ്ലേറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ബട്ട് ജോയിന്റ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇത് രണ്ട് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു സെഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ. നന്ദി, നമസ്കാരം.